വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ബോട്ടണിയിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിൽ ബന്ധപ്പെട്ടിട്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ബോട്ടണിയുടെ എല്ലാ ടോപ്പിക്സും കഴിയുകയാണ് കേട്ടോ. നോക്കാം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എലിസ സ്റ്റാൻഡ്സ് ഫോർ. എലിസ എന്ന് പറയുന്നത് എന്താണ്? എൻസൈം ലിങ്ക് enzyme like immunosorbent assay, enzyme linked immunosorbent assay, enzyme linked immunosimilar assay, enzyme linked immunosorbent assay. ഏതാണ്? enzyme linked immunosorbent assay ആണ്. അറിയല്ല അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എലിസ എന്ന് പറയുന്നത് enzyme linked immunosorbent assay ആണ്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിറ്റക്ഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്. അതായത് പല സബ്സ്റ്റൻസുകളിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനും അതിൻ്റെ അളവിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഹോർമോൺസ്, പെപ്റ്റൈഡ്സ്, ആൻറ്റിബോഡീസ് അതുപോലെയുള്ളതിൻ്റെ ഡിറ്റക്ഷനും ക്വാണ്ടിഫിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡിസീസസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ HIV-ൻ്റെ ഒക്കെ നമ്മൾ നോക്കുന്നത് ഏത് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്? എലിസ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, PCR is used to detect dash in patients having AIDS. PCR എന്ന് പറയുന്നത് എന്ത് ഡിറ്റക്ട് ചെയ്യാനാണ്? എയ്ഡ്സ് ഉള്ള ആളുകളിൽ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR ഉപയോഗിക്കുക? ന്യൂമോണിയ, ഫീവർ, HIV, കഫ്. ഓപ്ഷൻ സി, HIV-യുടെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് PCR നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ PCR എന്ന് പറയുന്നത് എന്താണ്? യൂസ് ടു ഡിറ്റക്ട് HIV ഇൻ പേഷ്യൻസ് ഹാവിങ് എയ്ഡ്സ്. എയ്ഡ്സ് ഉള്ള പേഷ്യൻസിലെ HIV-ൻ്റെ പ്രസൻസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിൻ്റെ ആ വൈറസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് PCR ഉപയോഗിക്കുന്നത്. PCR is used to detect the genetic material of the HIV virus, that is RNA. അപ്പോൾ ഈ പറയുന്ന HIV വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. HIV വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? അത് RNA ആണ് അല്ലേ? അത് അതുപോലെ തന്നെ it is used to detect early infections within the patient's body. പേഷ്യൻറ്റിൻ്റെ ബോഡിയിലുള്ള ഏർലി ഇൻഫെക്ഷൻസ് ഒക്കെ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും PCR നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, PCR ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡാഷ് ഇൻ ക്യാൻസർ പേഷ്യൻസ്. ഇതേ PCR തന്നെ നമ്മൾ ക്യാൻസർ പേഷ്യൻസിനും ഡിറ്റക്ട് ഒരു പെർട്ടിക്കുലർ സംഭവം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഏതാണ്? ഫീവർ, മ്യൂട്ടേഷൻസ്, കോൾഡ്, കഫ്. ഏതാണ്? ക്യാൻസർ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറഞ്ഞ മ്യൂട്ടേഷൻ അല്ല. അപ്പോൾ ഈ മ്യൂട്ടേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR ക്യാൻസർ പേഷ്യൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ PCR ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് മ്യൂട്ടേഷൻസ് ഇൻ ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ പേഷ്യൻസിൽ മ്യൂട്ടേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് സർട്ടൻ ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് മെറ്റീരിയൽ. ഒരു ഓർഗാനിസത്തിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിലുള്ള എന്തെങ്കിലും ചേഞ്ചസ്, നമുക്കറിയാം നോർമൽ ജെനറ്റിക് മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് അല്ലേ? അതിലൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് ഈ പറയുന്ന മ്യൂട്ടേഷൻ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇത് ഡിറ്റക്ഷൻ നടക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വേരിയസ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് ക്യാൻസർ. ഇപ്പോൾ ക്യാൻസറും അതുപോലെയുള്ള വേറെ ജെനറ്റിക് ഡിസോർഡേഴ്സിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന PCR നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Which technique depends on the antigen-antibody reaction? Antigen-antibody reaction depend ചെയ്യുന്ന ഏത് ടെക്നിക്കാണ്? PCR, ELISA, chromatography, RDT. എലിസയാണ് അല്ല, എലിസ ടെസ്റ്റ് ആണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എലിസ ടെസ്റ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ കൊണ്ടാണ് ഈ പറഞ്ഞ എലിസ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് ആൻറ്റിജൻസ്. എല്ലാ തരത്തിലുള്ള ആൻറ്റിജൻസിനും എതിരെയുള്ള ഒരു ആൻറ്റിബോഡി ആര് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിസ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ആൻറ്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് പല ഡിസീസസിനെയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അനിമൽസ് ദാറ്റ് ഹാവ് ഹാഡ് ദ DNA മാനിപ്പുലേറ്റഡ് ടു പൊസസ് ആൻഡ് എക്സ്പ്രസ് ആൻ എക്സ്ട്രാ ജീൻ ആർ നോൺ ആസ്. അതായത് നോർമലിയുള്ള DNA നമ്മൾ എന്ത് ചെയ്താണ്? മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ? അവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഫോറിൻ ജീനൊക്കെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ നമ്മുടെ RDNA ടെക്നോളജിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ആനിമൽസിന് പറയുന്ന പേരെന്താണ്? ട്രാൻസ്ജെനിക് അനിമൽസ്, ഇൻഫെക്റ്റഡ് അനിമൽസ്, BT അനിമൽസ്. ഇങ്ങനെ ജീനിൽ ഉള്ള മാനിപ്പുലേഷൻ ചെയ്യാണ് ഈ പറഞ്ഞ DNAയിലുള്ള മാനിപ്പുലേഷൻ ചെയ്ത അനിമൽസിന് പറയുന്ന പേരാണ് ട്രാൻസ്ജെനിക് അനിമൽസ്. ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത് ദ വൺ whose DNA has been manipulated. ഇതിൻ്റെ DNA എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യണം in such a way. എങ്ങനെയാണ്? that they can possess and express an extra foreign gene. ഇവർക്ക് ഒരു എക്സ്ട്രാ ഫോറിൻ ജീനെ എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്.
ട്രാൻസ്ജനിക് ആനിമൽസിൽ. ഈ ജീൻ എന്ത് ചെയ്യും? ഗിവ് ആൻ എക്സ്ട്രാ ക്യാരക്ടർ ടു ദാറ്റ് അനിമൽ. അപ്പോൾ നോർമലി ഉള്ളൊരു അനിമലിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ഒരു ജീന് ഇൻക്ലൂഡ് ആയിട്ടുള്ള അനിമലിൽ നമുക്ക് കാണാം. നോർമലി ചിലപ്പോൾ അതിൻ്റെ ഫിനോടൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ജീൻ വെൻ എക്സ്പ്രസ്ഡ് മേ ഫ്രം യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഓർ മേ ലെഡ് ടു ഡെത്ത്. അപ്പോൾ ഈ ജീൻ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ അത് ആ ഒരു ഓർഗൻസിനെ നശിപ്പിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റം വരുത്തുന്നത് കൊണ്ട് ചിലപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് ഉപകാരങ്ങളും കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ നാശത്തിന് തന്നെ അത് ഇടപെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ജനിക് അനിമൽസിന് എന്താ ഉള്ളത്? ഫോറിൻ പ്രോട്ടീൻ ആണോ, ഫോറിൻ ജീൻ ആണോ, ഫോറിൻ ലിപ്പിഡ് ആണോ, ഫോറിൻ അമിനോ ആസിഡ് ആണോ, ഫോറിൻ ജീൻ ആണ് അതിലുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ട്രാൻസ്ജനിക് അനിമൽസ് ദോസ് ഹു ഹാവ് എ ഫോറിൻ ജീൻ വിത്തിൻ ദം. അതിലെന്തുണ്ടാവും? ഒരു ഫോറിൻ ജീൻ ഉണ്ട്, അതിൻ്റെതല്ലാത്ത വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിന് അടുത്തൊരു ജീൻ അതിന് കിടക്കുന്നുണ്ടാവും. ഈ ജീൻ എന്ത് ചെയ്യും? മോസ്റ്റ്ലി പ്രൊഡ്യൂസേഴ്സ് എ ഫങ്ഷണൽ പ്രൊഡക്റ്റ്. ഈ ജീന് എന്ത് സംഭവിക്കും? നോർമലി ഉള്ള ആനിമലിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനേക്കാളും ഒന്ന് വ്യതിചലിച്ചിട്ടായിരിക്കും പിന്നീട് ഈ ജീനുള്ള അനിമൽസിൽ ഉണ്ടാവാം. നോർമലി ഒരു അനിമൽ പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഈ പറയുന്ന ജീൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ജനിക് അനിമൽസ് ആർ ഡിസൈൻഡ് ടു ഡാഷ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റോൾസ് ഓഫ് ജീൻ സ്പീസീസ്. ഈ ജീൻസ് ഡിസീസ് ഒക്കെ ഉണ്ടാവുക, അതായത് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ജീനുകൾ അതിൻ്റെ റോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ട്രാൻസ്ജനിക് അനിമൽസിന് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഇൻക്രീസ് ആണോ വരിക? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജീനിൻ്റെ റോൾ, ആ ഡിസീസ് ഉണ്ടാക്കാനുള്ള ജീനിൻ്റെ റോളിൽ മനസ്സിലാക്കുന്നതിൽ നമ്മൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമോ, കുറവ് മനസ്സിലാക്കാനായിട്ട് പറ്റാതെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും, കാരണം ഈ പറയുന്ന ട്രാൻസ്ജനിക് അനിമൽസിലാണ് നമ്മൾ ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ വരുന്നതല്ലേ. അപ്പം അവിടെ ഉള്ള വേരിയേഷനൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻക്രീസ് ആണ്. Many transgenic animals are designed to increase our understanding of the roles of genes. ഒരു പർട്ടിക്കുലർ ഡിസീസിൻ്റെ ജീനിൻ്റെ റോളൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ജീനിൽ എത്രത്തോളം വേരിയേഷൻ വരുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഓർഗാനിസത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലേ. They are also useful in finding treatment regarding that particular disease. അതുപോലെ തന്നെ ഈ പറയുന്ന പർട്ടിക്കുലർ ഡിസീസിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദേ സെർവ് ആസ് മോഡൽ ഓർഗാനിസംസ് ഫോർ സ്റ്റഡിങ് ഹ്യൂമൻ ഡിസീസസ്. ഈ പറയുന്ന ഹ്യൂമൻ ഡിസീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള ഒരു മോഡൽ ഓർഗാനിസംസ് ആയിട്ട് ഈ പറയുന്ന ട്രാൻസ്ജനിക് അനിമൽസ് മാറണം. 8th question, a collection of methods that allow correction of a gene that has been diagnosed in child or embryo is called. ഇപ്പോൾ ഒരു കുഞ്ഞായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എംബ്രിയോ ആയിരിക്കുന്ന സമയത്തോ നമ്മൾക്കറിയാം ഇങ്ങനെ എന്തോ ഒരു സംഭവം നമുക്കവിടെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജീൻ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ജീൻ്റെ കറക്ഷൻ ചെയ്യുന്നതിന് കുറച്ച് മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ മെത്തേഡിന് പറയുന്ന പേരെന്താണ്? ക്ലോണിങ്, ജീൻ തെറാപ്പി, കീമോതെറാപ്പി, ഡയാലിസിസ്. ഡയാലിസിസും കീമോതെറാപ്പിയും അല്ല. ക്ലോണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേപോലെയുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോണിങ്. പിന്നെ ഇവിടെ ഓപ്ഷൻ ബാക്കി ആരേ ഉള്ളൂ? അത് ജീൻ തെറാപ്പിയാണ്. ഓക്കെ, ബട്ട് ജീനിൽ അവിടെ തെറാപ്പി ചെയ്യണം അല്ലേ. അപ്പോൾ ഈ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് അലൗസ് ദ കറക്ഷൻ ഓഫ് എ ജീൻ. അപ്പോൾ ഈ ജീനിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് ഹാസ് ബിൻ ഡയഗ്നോസ്, അതായത് ഈ കുട്ടികളിലെ എംബ്രിയോയിലോ വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ, ആ ജീനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത് നല്ലതായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ മെത്തേഡിന് പറയുന്ന പേരാണ് ജീൻ തെറാപ്പി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് പ്രോസസ്സസ്. ഇതിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഇതിലെന്ത് സംഭവിക്കും? ഈ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ജീനല്ലേ, അതിനെന്ത് ചെയ്യും? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനുകളെ കറക്റ്റ് ചെയ്തിട്ട് അതിന് നോർമൽ ജീൻ വെച്ച് റീപ്ലേസ് ചെയ്യും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ജീൻ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ചെയ്യുക. അപ്പോൾ ജീൻ അവിടെ ഒരു തെറാപ്പി കൊടുക്കണം അല്ലേ. ADA സ്റ്റാൻഡ്സ് ഫോർ, എന്താണ് ADA? അഡിനിൻ ന്യൂക്ലിയോടൈഡ് അമൈൻ, അതുപോലെ വിറ്റാമിൻ A ഡെഫിഷ്യൻസി, പിന്നെ അഡിനോസിൻ ഡിഅമിനേസ്, എ ഡബിൾ ബോണ്ട് അമീൻ. ഇതിൽ അഡിനോസിൻ ഡിഅമിനേസ് ആണ് ADAൻ്റെ ഫുൾ ഫോം. ADA സ്റ്റാൻഡ്സ് ഫോർ അഡിനോസിൻ ഡിഅമിനേസ്. ഇറ്റ് ഈസ് ആൻ എൻസൈം. ഇത് എന്തിനാണ്? ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ദ ബ്രേക്ക്ഡൗൺസ് ഓഫ് പ്യൂരിൻസ്. പ്യൂരിൻസും പിരമിഡിൻസും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ സുവോളജിയിൽ പഠിക്കും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പ്യൂരിൻസിൻ്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടി സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ADA എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഇത് ഹ്യൂമൻസിൻ്റെ കേസിലെടുക്കുന്ന സമയത്ത് ഇറ്റ് ഹെൽപ്സ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും മെയിൻ്റനൻസിനും വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ADA ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് അത് കാരണമാവാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ADA ഡെഫിഷ്യൻസി ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡാഷ് ഓഫ് ദ ജീൻ.
ഫോർ അഡിനോസിൻ ഡിയാമിനേസ്. അപ്പോൾ ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അഡിനോസിൻ ഡിയാമിനേസിൻ്റെ അഡിഷൻ കൊണ്ടാണോ, ചേഞ്ച് കൊണ്ടാണോ, ഡിലീഷൻ കൊണ്ടാണോ, മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടാണോ? ഓപ്ഷൻ സി, ഡിലീഷൻ ഓഫ് ദ ജീൻ ഫോർ അഡിനോസിൻ ഡിയാമിനേസ് ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വിച്ച് ഈസ് കോസ് ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസൈസിങ് ദ എൻസൈം അഡിനോസിൻ ഡിയാമിനേസ്. അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ സിന്തസൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിലീഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ADA ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് അല്ലേ. അത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ADA ഉണ്ടാവുള്ളൂ. അത് ഇല്ലാണ്ടാവുക കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ADAൻ്റെ ഡെഫിഷ്യൻസി അവിടെ വരും. അപ്പോൾ ഈ എൻസൈം എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? പ്യൂരിൻ മെറ്റബോളിസത്തിനും ആൻഡ് അതിൻ്റെ ഡെഫിഷ്യൻസി എന്തിന് കാരണമാവുന്നുണ്ട്? ഇമ്മ്യൂൺ ഡിസോർഡറിന് കാരണവും ആവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, BT കോട്ടൺ ഈസ് എ ഡാഷ്. BT കോട്ടൺ എന്താണ്? ക്ലോൺഡ് പ്ലാന്റ് ആണോ, ട്രാൻസ്ജനിക് പ്ലാന്റ് ആണോ, ഹൈബ്രിഡ് പ്ലാന്റ് ആണോ, മ്യൂട്ടേറ്റഡ് പ്ലാന്റ് ആണോ? BT കോട്ടൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജനിക് പ്ലാന്റ് ആണ് അല്ലേ. BT കോട്ടൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ജനിക് പ്ലാന്റ്. ദീസ് ആർ പ്ലാന്റ്സ് ഹൂസ് DNA ഈസ് മോഡിഫൈഡ്, അതായത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്ക് അഥവാ RDNA റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ട് DNA മോഡിഫൈ ചെയ്തിട്ടാണ് ഈ പറയുന്ന BT കോട്ടൺ നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഈ പ്ലാസ്മിഡ്, ദിസ് പ്ലാസ്മിഡ് ഈസ് യൂസ്ഡ് ആസ് എ വെക്ടർ ടു ഇൻസേർട്ട് എ 4 gene വിത്തിൻ എ പ്ലാന്റ്. ഈ പറയുന്ന പ്ലാന്റിനകത്ത്, അതായത് സാധാരണ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ആ പുഴുക്കളൊക്കെ അതിനെ നശിപ്പിക്കും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ പുഴുക്കളിനെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന കോട്ടൺ നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പോൾ ആ പറയുന്ന വിളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ ഈ പറയുന്ന കോട്ടൻ്റെ ജീനിൽ നമ്മളൊരു എക്സ്ട്രാ ജീന് നമ്മൾ ഫോറിൻ ജീൻ അവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അത് ആ പ്ലാന്റിൻ്റെ നിലനിൽപ്പിന് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. TI പ്ലാസ്മിഡ് ഈസ് ഫൗണ്ട് ഇൻ. TI പ്ലാസ്മിഡ് എവിടെ കാണുന്നത്? നൈട്രോസോമോണാസ്, അതുപോലെ എസ്കറീഷ്യ, അഗ്രോബാക്ടീരിയം, ബാസിലസ്. ഓപ്ഷൻ സി, അഗ്രോബാക്ടീരിയത്തിൽ കാണുന്ന ഒന്നാണ് ഈ പറയുന്ന TI പ്ലാസ്മിഡ്. TI എന്ന് പറയുമ്പോൾ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് അല്ലേ. ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിൽ ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡാണ് TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഇത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിലാണ് കാണപ്പെടുന്നത്. ഈ പ്ലാസ്മിഡ് എന്തായിട്ട് ആക്ട് ആസ് എ വെക്ടർ ഫോർ BT ജീൻ. ബാസിലസ് തുറിഞ്ചിയൻസിസ് ജീൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വെക്ടറായിട്ട് ഇതിൻ്റെ പ്ലാസ്മിഡ് ആക്ട് ചെയ്യും. ദിസ് TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത് അതിൽ tDNA ഉണ്ട്. ഈ tDNA വെൻ എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ്, ഈ tDNA എന്ത് സംഭവിക്കും? tDNA ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്ലാന്റ്സിൽ ട്യൂമർ ഫോം ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ അതുകൊണ്ട് ട്യൂമർ ഇൻഡ്യൂസ് ആവാണ്ടിരിക്കാൻ ഇതിനെ മാറ്റാനുള്ള പരിഹാരം മാത്രം നമ്മൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ TI പ്ലാസ്മിഡ് അഥവാ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എവിടെ കാണുന്നത്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിലാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ജനിക് പ്ലാന്റ് ഫ്ലേവർ സാവർ ടൊമാറ്റോ ക്യാരീസ് ആൻ ആർട്ടിഫിഷ്യൽ ജീൻ ഫോർ. നമ്മൾ ഒരുപാട് ഇതുപോലുള്ള ട്രാൻസ്ജനിക് ആയിട്ടുള്ള ഒരുപാട് അനിമൽസും പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ പറഞ്ഞ ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ആർട്ടിഫിഷ്യൽ ജീൻ കിടക്കുന്നുണ്ട്. അത് എന്തിനാണ് സഹായിക്കുന്നത്? അത് ഡിലേയിങ് റൈപ്പനിങ് പ്രോസസ്സ്, അത് പഴുക്കുന്നത് ഡിലേ ചെയ്യാനാണോ, ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാനാണോ, മോർ ഡിലേയിങ് റൈപ്പനിങ് പ്രോസസ്സ് ആൻഡ് ആഡ് ഫ്ലേവേഴ്സ്, രണ്ടിനും വേണ്ടിയിട്ടാണോ, ഇൻസെക്ട് റെസിസ്റ്റൻസിനാണോ? ഓക്കെ, ഇവിടെയുള്ള ആർട്ടിഫിഷ്യൽ ജീൻ എന്തിനാണ് ഈ പറയുന്ന ഫ്ലേവർ സേവർ ടൊമാറ്റോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ പഴുക്കുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്, ഫ്ലേവറും സേവറും. ഓക്കെ, അപ്പോൾ അതിനെ പഴുക്കുന്നതിൽ നിന്ന് സേവും ചെയ്യും, നല്ല ഫ്ലേവറും കിട്ടും. അതാണ് ഈ പറയുന്ന ഫ്ലേവർ സേവർ ടൊമാറ്റോ. Flavor saver tomato carries an antisense PG gene which inhibits the activity of pectin degrading enzyme called polygalacturonase. ഈ പറയുന്ന ഫ്ലേവർ സേവർ ടൊമാറ്റോയിൽ എന്തുണ്ട്? ഒരു ആൻറ്റിസെൻസ് PG ജീൻ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻഹിബിറ്റ് ചെയ്യും. പെക്റ്റിൻ ഡീഗ്രേഡിങ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആ എൻസൈമിന് പറയുന്ന പേരാണ് പോളിഗാലക്ടുറോനേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ജീന് നമ്മൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? റൈപ്പനിങ് പ്രോസസ്സിനെ അത് ഡിലേ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ ഈ തക്കാളി ചീത്തയാ പോകുന്നത് ഈ പറയുന്ന ജീനിൻ്റെ വ്യത്യാസം കൊണ്ട് അത് കുറച്ച് കാലം കൂടെ നിലനിന്ന് പോകും അല്ലേ. നമുക്കറിയാലോ തക്കാളി എത്ര കാലം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ തക്കാളി നിൽക്കുന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടൊമാറ്റോയിൽ കുറച്ചുകൂടെ ഫ്ലേവർ ആഡ് ചെയ്യാനും ഇത് സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത് എന്താ? അത് സ്യൂഡോമോണസ് പുറ്റിഡ, എസ്കറിഷ്യ കൊളൈ, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, ബാസിലസ് സബ്ടൈലസ്. ഓപ്ഷൻ സി ആണ് അല്ലേ. നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത് ആരാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ്. ഇതിനത് കാരണം ഇറ്റ്സ് പ്ലാസ്മിഡ്, TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ വെക്ടർ. ഈ TI പ്ലാസ്മിഡ് ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ് ജീൻ. അതായത് ഇൻസെക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെ, ഇതിനെ ഇൻസെക്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനായിട്ടുള്ള ക്രൈജീനിനെ എന്ത് ചെയ്യുന്നുണ്ട്?
നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ക്രൈജീൻ കിട്ടുന്നത് ബാസിലസ് തുറിഞ്ചിയൻസിൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ബാസിലസ് തുറിഞ്ചിയൻസ് എന്ന് പറയുന്ന ക്രൈജീനെ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാത്ത രീതിയിൽ, അതായത് ട്യൂമറൊന്നും അവിടെ ഇല്ലാതിരിക്കാനുള്ള ഒരു സഹായമാവുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ TA പ്ലാസ്മിഡ് യൂസ്ഡ് ആസ് എ വെക്ടർ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ് ജീൻ അല്ലേ. ഈ പറയുന്ന ക്രൈജീനിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഒരു വെക്ടറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത്. The polypeptide chains present in insulin is connected by dash bonds. നമുക്കറിയാം ഇൻസുലിനിൽ കുറേ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യുന്നത് ഏത് ബോണ്ട് യൂസ് ചെയ്തിട്ടാണ്? അയണിക് ബോണ്ടാണോ, കോവാലന്റ് ബോണ്ടാണോ, ഡൈസൾഫൈഡ് ബോണ്ടാണോ, ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ് ആണോ? സംശയമില്ലാതെ ഡൈസൾഫൈഡ് ബോണ്ടാണ് അല്ലേ. ദ പോളിപെപ്റ്റൈഡ് ചെയിൻസ് പ്രസന്റ് ഇൻ ഇൻസുലിൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് ഡൈസൾഫൈഡ് ബോണ്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഡൈസൾഫൈഡ് ബോണ്ട്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബിറ്റ്വീൻ 2 സിസ്റ്റീൻ റെസിഡ്യൂസ് വെച്ചിട്ടാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻ ടോട്ടൽ ഇൻസുലിനിൽ 3 ഡൈസൾഫൈഡ് ബോണ്ട്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് ഒബ്റ്റൈൻഡ് ബൈ. എ ഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ജീനോടൈപ്പിലുള്ള ആ ഡിസൈറബിൾ ചേഞ്ച് ഒബ്റ്റൈൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? mRNA ഫോർമേഷനിലൂടെയാണോ, DNA റെപ്ലിക്കേഷനിലൂടെയാണോ, പ്രോട്ടീൻ സിന്തസിസിലൂടെയാണോ, RDNA ടെക്നോളജിയിലൂടെയാണോ? സംശയമില്ല, അത് ആരാണ്? റീകോംബിനന്റ് DNA അഥവാ RDNA ടെക്നോളജിയിൽ കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ RDNA ടെക്നോളജി എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സീരീസ് ഓഫ് പ്രോസസ് ആണ്, ഇൻ വിച്ച് ഇവിടെ എന്ത് സംഭവിക്കുന്നു? DNA മോളിക്യൂൾസ് ഫ്രം 2 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ആൻ ഓർഗാനിസം അല്ലേ. 2 ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന DNA നമ്മൾ എന്ത് ചെയ്യണം? വിച്ച് ഇസ് ഇൻസേർട്ടഡ് വിത്തിൻ എ ഹോസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ക്യാരക്ടർ വിത്തിൻ ദ ഹോസ്റ്റ്. അതായത് ഇവിടെ നിന്ന് നമ്മൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ജീൻ എടുത്തു, അതുപോലെ ഇപ്പുറത്തുനിന്ന് നമ്മൾ ഫേവർ ആയിട്ടുള്ള ജീൻ എടുത്തു. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മളുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ പരമാവധി എന്ത് ചെയ്യും? നല്ല രീതിയിൽ പുതിയൊരു ഓർഗാനിസമായിട്ട് അത് എന്ത് ചെയ്യും? വളരെയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് RDNA ടെക്നോളജിയുടെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ എന്താണോ ദോഷമായിട്ടുള്ള ജീൻ അതിനെ മാറ്റിയിട്ട് പുതിയ ജീൻ വെച്ചിട്ട് നമ്മൾ പുതിയ ക്യാരക്ടേഴ്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. ദിസ് ഓപ്പൺ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ ആൻഡ് ബെറ്റർ ഹോസ്റ്റ് സ്പീഷീസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ ബെറ്റർ ആയിട്ടുള്ള ഹോസ്റ്റ് സ്പീഷീസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാനായിട്ട് പറ്റും. 17th question, dash organism was used to produce recombinant insulin. recombinant ഇൻസുലിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏത് ഓർഗാനിസം ആണ് ഉപയോഗിക്കുന്നത്? സൈനോബാക്ടീരിയ, E. coli, സാക്കറോമൈസസ് സെറവിസിയെ, ബി സബ്ടൈലസ്. ഓപ്ഷൻ ബി E. coli ആണ് അല്ലേ. ഫസ്റ്റ് റീകോംബിനന്റ് ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? E. coli ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണ്. ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ലില്ലി കമ്പനിയാണ്. E. coli എന്ന് പറയുന്നത് വാസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഹാസ് എ ലാർജ് സർക്കുലർ പ്ലാസ്മിഡ് ദാറ്റ് ക്യാൻ ആക്ട് ആസ് എ വെക്ടർ. അപ്പോൾ E. coli നമ്മൾ യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ സർക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡ് ഉണ്ട്, അതൊരു വെക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഗ്രോത്ത് ടൈം മതി. അതുപോലെ തന്നെ വളരെ ലാബിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ E. coli അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ 16-ാം തീയതി പരീക്ഷയാണ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടണി ഇതോടുകൂടി കഴിയണം. താങ്ക് യു.